പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആദരങ്ങളിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് നാം വില കൊടുക്കണം. പലപ്പോഴും വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നാം കൊടുക്കാറില്ല. വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു. വചനം ഈശോ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിന് മാത്രമല്ല ശരീരത്തിനും ജീവൻ നൽകുന്നുണ്ട്. അതാണ് മത്തായി 4:4 യേശു പറയുന്നുണ്ട്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിക്കണം. 1 തിമോത്തി 4:9 വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. എബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. മത്തായി 8:10 ശതാധിപൻ്റെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. തുടർന്ന് യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ശതാധിപൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുകയും ചെയ്തു. യോഹന്നാൻ 6:63 യേശു പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എഫേസോസ് 2:28 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. മത്തായി 22:29 എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. വചനം പാലിക്കുന്നവർക്ക് തെറ്റ് പറ്റുകയില്ല. ഹെബ്രായർ 4:12 വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാകുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാകുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ ഹിതപ്രകാരം നന്മകൾ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.